എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ റിസൾട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള റിസൾട്ടുകൾ ഇന്ന് വൈകുന്നേരത്തോടെ കൂടി തന്നെ പുറത്തു വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ പുറത്തു വരാൻ പോവുകയാണ്. ഇന്നെന്തായാലും ഒരുപാട് റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഓരോ ദിവസമായി കുറച്ച് റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ ബാക്കിയുള്ള റിസൾട്ടുകൾ എന്നായിരിക്കും വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് പുറത്തു വന്നാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒന്നിന് പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച BCom ആൻഡ് BBA റിസൾട്ടുകൾ പുറത്തു വന്നു. ശനിയാഴ്ച BCom BBA റിസൾട്ടുകൾ പുറത്തു വന്നു. അതിന് പുറമെ ഞായറാഴ്ച അവധിയായിരുന്നു. പിന്നെ തിങ്കളാഴ്ചയായ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്? BSc ആൻഡ് BCA റിസൾട്ടുകൾ ഉൾപ്പെടെ ഇന്നലെയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായ മറ്റൊരു സംശയം തന്നെയാണ്. മറ്റൊരു സംശയമാണ് BAയുടെ റിസൾട്ടുകൾ എന്താണ് പുറത്തു വരുന്നത്? BA അഫ്സലുലുമ HDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ റിസൾട്ട് എന്താണ് പുറത്തു വരാത്തതെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. BA അഫ്സലുലുമ HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്താണ് പുറത്തു വരാത്തത്? ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഓരോ റിസൾട്ടുകളും ഓരോ ദിവസമായി ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റികൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം അടുപ്പിച്ച് പുറത്തു വിടുകയാണ്. വാല്യൂഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറുകളും നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു, BAയുടെയും BA അഫ്സലുലുമ HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എന്തായാലും ഉണ്ടാകും. BAയുടെ റിസൾട്ടെങ്കിലും ഇന്നെങ്കിലും വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഉൾപ്പെടെ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെയും എന്തായാലും തന്നെ ഉണ്ടാകും. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ വന്നേക്കാം. എന്തായാലും ഓരോ ദിവസം കുറച്ച് റിസൾട്ടുകളായിട്ടാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നത്. ഏതൊക്കെ റിസൾട്ടാണ് ഒരു ദിവസം വരുന്നതെന്ന് നമുക്ക് കൃത്യമായി വ്യക്തമല്ല. ഇപ്പോൾ ഇന്നലെ BCA ആൻഡ് BSc വന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ടും മാത്രമാണ് ഇന്നലെ പുറത്തുവിട്ടത്. ബാക്കി റിസൾട്ടുകളൊന്നും BCA BSc റിസൾട്ടുകൾ ഇന്നലെ പുറത്തുവിട്ടു. ബാക്കി റിസൾട്ടുകളൊന്നും ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും യൂണിവേഴ്സിറ്റി ഓരോരോ റിസൾട്ടുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും കൃത്യമായി എല്ലാം കൂടി ഒന്നിച്ച് പുറത്തുവിടാതെ ഓരോ ദിവസവും ഓരോന്നാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BA അഫ്സലുലുമ HDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിഭാഗം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള റിസൾട്ട് വേഗം തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേഗം തന്നെ മീൻസ് ഇന്നോ നാളെയായിട്ട് തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നും എന്തായാലും കുറേ റിസൾട്ടുകളൊക്കെ എന്തായാലും ഇന്ന് തന്നെ വരും. ഇന്നായിട്ട് വരും, അതെന്തായാലും ഉറപ്പാണ്. കാരണം ഇന്നലെ ഉൾപ്പെടെ റിസൾട്ടുകൾ വന്നു. അപ്പോൾ BAയുടെ റിസൾട്ടുകളൊക്കെ ഇന്ന് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം BAയുടെ റിസൾട്ടുകൾ ബാച്ചലർ ഓഫ് ആർട്സ് സബ്ജക്റ്റുകളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ബാച്ചലർ ഓഫ് ആർട്സിൻ്റെ സബ്ജക്റ്റുകളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ കാണാൻ സാധിക്കും. ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CUCSS 3rd സെമസ്റ്റർ എക്സാം നവംബർ 2024 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. CUCSS 3rd സെമസ്റ്റർ എക്സാം നവംബർ 2024 2019-2023 അഡ്മിഷൻ ഓൺവേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷ്ഡ്. ആ ലിങ്കിൽ ക്ലിക്കും കൂടി ചെയ്യുക. രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. എന്തായാലും BA അഫ്സലുലുമ HDE വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക്
റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് ആ പ്രീമിയർ വീഡിയോ പബ്ലിക്കായി എത്തിക്കുന്നതായിരിക്കും. HDE വിദ്യാർത്ഥികൾക്ക് വേറെ തന്നെ HDE വിദ്യാർത്ഥികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മൾ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ വീഡിയോ തന്നെ നമ്മൾ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.